എന്തായാലും ഒരു പൊളിറ്റിക്കൽ രംഗത്ത് വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരം രംഗത്ത് നമ്മൾ വളരെ സജീവമായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ പറയാം. കൂടിക്കാഴ്ച വളരെ സജീവമായിട്ട് നമ്മൾ ഒരുമിച്ച് വളരെ ശക്തമായിട്ട് UDF-നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലപാടാണ് ശരിക്കും എടുത്തിട്ടുള്ളത്. പൊളിറ്റിക്കൽ കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്ന ആളുകളുടെ മുമ്പിൽ ഉപാധിയൊന്നും വെക്കേണ്ടതില്ല. ഉപാധി വെച്ചിട്ട് അതൊരു പരാതിയായിട്ട് ഒരു വാർത്തയാക്കിയതുകൊണ്ട് ആളുകൾക്ക് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രായോഗികമായിട്ട് നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് വെക്കേണ്ടത്. അതാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. പ്രായോഗികമായിട്ട് നിങ്ങൾ അടുത്ത ദിവസം നേരിൽ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് അതിന് കാണാൻ പോകുന്ന പൂരം ആദ്യം വിശദീകരിച്ചിട്ട് അതിൻ്റെ സീരിയസ് ഇല്ലാതാക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. NDA ഒരു മുന്നണി എന്നുള്ള നിലയിൽ പരിഗണിക്കുകയും പോവുകയും ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു ഡിമാൻഡ് പോലും 9 വർഷമായിട്ട് NDAയുടെ ഒപ്പം നിന്നിട്ട് അവർ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളെ കേൾക്കാനുള്ളൊരു മനസ്സ് പോലും അവർ തന്നിരുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഞങ്ങൾക്കൊരു പരാതിയായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പ്രസ്ഥാനം ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ വോട്ട് കുത്തികളും ജാഥ തൊഴിലാളികളും പോസ്റ്ററോട്ടികളൊക്കെ ആയിട്ടാണ് കണ്ടിരുന്നത്. അതേ ഒരു അവസ്ഥ മുന്നണി എന്നുള്ള നിലയിൽ തുടരുമ്പോൾ അതിനടുത്ത് ഞങ്ങൾക്ക് തുടരാൻ പറ്റില്ല. അതുകൊണ്ടാണ് NDA പോലുള്ള ഒരു പ്രസ്ഥാനം വിട്ടത്. UDF-ൽ നല്ല പ്രതീക്ഷയുണ്ട്, അത് നടക്കുന്നുള്ള ഒരു ഉറപ്പുമുണ്ട്. ഉറപ്പാണ്, ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ട ഒരു സമയമല്ല. ഞങ്ങളുടെ മീറ്റിംഗ് ഒന്ന് കൂടേണ്ടതുണ്ട്. അതും കൂടെ കൂടിയിട്ട് ഇത്തരം കാര്യത്തിൽ ഒരു നിലപാട് പറയും. മുത്തങ്ങയുടെ മുറിവ് അത് ആ മുറിവായിട്ട് തന്നെ നിൽക്കും. അത് ആരുടെ മുമ്പിലും ഞാൻ അങ്ങനെ തന്നെ പറയും. പക്ഷേ അതിലുപരി അതിനകത്തുള്ള ആളുകൾക്ക് അവരുടെ ജീവിത ഉപാധികളിൽ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് അവർക്കൊരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. മുറിവ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മളെല്ലാം പരിശോധിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർ ഒരുമിച്ച് കൈപിടിച്ച് പോയിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ നമ്മളുടെ ഒരു വിഭാഗം മാത്രം ഇങ്ങനെ ചെയ്യുന്നത് വലിയ ലോകത്തിന് ഒരു അപരാധം എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. നമ്മളൊന്നും മറക്കുന്ന ആളുകളല്ല. നിങ്ങളൊക്കെ ഇടയ്ക്ക് മറന്നുപോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ നമ്മളത് മറക്കില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് നിലപാടോടുകൂടി തന്നെ നിൽക്കുന്ന ആളുകളാണ്.